ഹലോ ഹായ്. ഞാൻ നിങ്ങളുടെ എല്ലാം കാസിയാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ടൊരു ഗ്യാപ്പ് എടുത്തേക്കായിരുന്നു. ഗ്യാപ്പല്ല, ആക്ച്വലി എൻ്റെ വീട്ടിൽ പെയിൻറ് പണി കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ഞാൻ ഓൾവേസ് വീഡിയോസ് ചെയ്യാറുള്ളൊരു സ്പോട്ട് ഉണ്ടല്ലോ, അവിടെയൊക്കെ മൊത്തം പണിക്കാരും എല്ലാവരും കൂടിയായിട്ട് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയൊരു അവസ്ഥയല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യണോ വേണ്ടേന്ന് ആലോചിച്ചിരിക്കുന്നു. കാരണം ഞാൻ എന്നും ഓരോ സബ്ജക്റ്റായിട്ട് വരാറുണ്ട്. പൊളിറ്റിക്കലി ആയിരിക്കാം, പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിരിക്കാം, അതൊക്കെ ആയിട്ട് ഞാൻ വരാറുണ്ട്. പക്ഷേ ഇന്ന് വന്നത് നിങ്ങളോട് ഒരു കാരണം ഒരു മനുഷ്യന് വെറുക്കാവുന്നതിൻ്റെ മറ്റേ മമ്മൂട്ടിയുടെ സിനിമയിൽ പറയുന്നുണ്ട്, വെറുപ്പിന്റെ അവസാനം എനിക്ക് കുട്ടിക്കൃഷ്ണനോട് സ്നേഹമാണ്. പക്ഷെ ഈ കാര്യത്തില് വെറുപ്പിന്റെ അങ്ങേ അറ്റത്ത് പോയി ഛർദ്ദിക്കാനും പറ്റില്ല, വിഴുങ്ങാനും പറ്റാത്തൊരവസ്ഥയിൽ എത്തിച്ചിട്ടുള്ള ഒരാളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ തംബ്നെയിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെക്കുറിച്ചാണ് ഈ പറയണെന്നുള്ളത്. വേറെ ആരെയും പറ്റിയല്ല, കുറെ പേരുടെ പ്രിയങ്കരനായ സഹോദരിയാണോ സഹോദരനാണോ എന്ന് പറയാൻ പറ്റാത്ത ജാസിയാണ് ആളുടെ കാട്ടിക്കൂട്ടുന്നത്. കാരണം ആള് ഞാനൊരു ഫോട്ടോ സൈഡിൽ കാണിക്കാം. ആളെ കുറിച്ച് തന്നെ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. ഞാൻ ആ ഫോട്ടോ ഒന്ന് കാണിക്കാം, അത് കണ്ടിട്ട് നിങ്ങൾ ബാക്കി കണ്ടാൽ മതി. ഇതൊന്ന് കാണുട്ടോ. എസ് എ കപ്പിളായിട്ട് നിൽക്കുന്ന ഒരു വോൾ പിക്ക്, ഒരു പ്രൊഫൈൽ ഫോട്ടോ, സുന്ദരിയായ ഒരു പെണ്ണായിട്ട് നിൽക്കുന്ന, ആണോ അല്ല പെണ്ണോ അല്ല ട്രാൻസും അല്ലാത്ത ഒരാള് അങ്ങനെ ഞാൻ പറയുള്ളൂ. പിന്നെ അവന്റെ ഫുൾ നെയിം ജാസി UAE ഇൻഫ്ലുവൻസർ. ഇൻഫ്ലുവൻസർ എന്ന് പറയുകയാണെങ്കിൽ UAEയിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ ആളിപ്പോൾ UAEയിൽ ഇല്ല, അവിടെ നിന്ന് പുറത്ത് കിട്ടു എന്നാണ് ഞാൻ കേട്ടത്. കാരണം എന്താ വെച്ചാൽ UAE ഇതുവരെ ട്രാൻസ്ജെൻഡേഴ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ആണാണോ എന്ന ആണാണ് ജാസി, പക്ഷെ വേഷം കിട്ടി നടക്കുന്ന മൊത്തം പെണ്ണിന്റെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോ UAE ഗവൺമെന്റ് അവന് സപ്പോർട്ട് കൊടുക്കുന്നില്ല, വിസ സ്റ്റാമ്പ് ചെയ്യുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നത് അറിഞ്ഞ് എൻ്റെ പ്രിയൊരു സുഹൃത്ത് പറഞ്ഞതാണ്. എടുത്ത് പുറത്ത് കിട്ടു. ഇപ്പൊ നാട്ടിലുണ്ട്, കുറെ ബഗലത്തരങ്ങളൊക്കെ കാണിച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ച് അവിടെയൊക്കെ പോയി പെണ്ണിന്റെ വേഷം കിട്ടി ഡാൻസ് കളിക്കുന്ന ഒരാളാണ്. ഇത് ഞാൻ ഫുള്ള് വായിക്കാട്ടോ, സൈഡിൽ കാണിക്കുന്നത്. UAE ഇൻഫ്ലുവൻസർ, ബ്രാൻഡ് പ്രൊമോഷൻ അവൈലബിൾ, പെയ്ഡ് പ്രൊമോഷൻസ് ആൻഡ് കൊളാബറേഷൻ. ഇപ്പൊ ഞാനൊക്കെ ഒരു ബ്രാൻഡൊക്കെ തുടങ്ങണമെങ്കിൽ ഏത് രീതിയിലാണ് ഇവനെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിക്കാന്ന് എനിക്കറിയില്ല. കാരണം ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ സാധനം മേടിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇപ്പൊ നമുക്കാണെങ്കിലും, എനിക്ക് ഇപ്പോ ഇത്രയും നാൾക്കിടയിൽ എനിക്ക് ഇവന്റെ വീഡിയോസ് ഇന്നും ഇവന്റെ കാട്ടിക്കൂട്ടിൽ നിന്നും ഒരു ഇൻഫ്ലുവൻസും എനിക്കുണ്ടായിട്ടില്ല. എന്നിട്ട് UAE ഇൻഫ്ലുവൻസർ എന്നാണ് ഇവനിക്ക് തന്നെ ഇട്ടുള്ള പേര്. പിന്നെ ഇവൻ കുറെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങള്. ഇപ്പോ റീസെന്റ് വീഡിയോ, കാരണം ഒരു താത്തക്കുട്ടി വേഷത്തിൽ വന്നിരുന്ന് വീഡിയോയിൽ വന്നിരുന്ന് എന്നിട്ട് പറയുന്നത് എൻ്റെ ഉപ്പാടെ ഓർമ്മ ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാട്ടിക്കൂട്ടില്. ഇത് ലൈക്കിനും പ്രശസ്തിക്കും ഇപ്പോ ബിഗ് ബോസിലേക്കൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇത്ര നാൾ ബിഗ് ബോസ് കണ്ടിരുന്നില്ല, അഖിൽമാരാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കണ്ടിരുന്നത്. ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള അഖിൽമാരാർക്ക് മാത്രമാണ്. പക്ഷെ ഇവന്റെ പേര് ഏത് രീതി പറയണമെന്ന് എനിക്കറിയില്ല. ഇവനൊക്കെ കേറുന്ന, ഇവനും കുറച്ച് ബെഡലുകളും ഉണ്ട്, അവരൊക്കെ കേറുന്ന ബിഗ് ബോസ് ഞാൻ കാണും. കാരണം നമുക്കൊക്കെ എന്തെങ്കിലും പറയാൻ കിട്ടുന്ന ഒരു അവസരമാണിത്. ഓഫ് കോഴ്സ് എന്താണെങ്കിലും കണ്ടന്റ് ക്രിയേഷൻ ഏറ്റവും ക്രിയേറ്റേഴ്സിന് ഏറ്റവും മാർക്കറ്റ് ഉണ്ടാക്കാൻ പറ്റിയത് ബിഗ് ബോസിൽ ഇവനൊക്കെ കേറുന്ന പരിപാടിയാണ്. പിന്നെ ഇവന് ഉപ്പാടെ കണ്ണീരിൽ കുതിർന്ന ഇവന്റെ പ്രാർത്ഥന ഞാനൊന്ന് സൈഡിൽ കാണിക്കാം, നിങ്ങൾ കണ്ടോളൂ കേട്ടോ. എവിടെ എവിടെ അസ്സലാമു അലൈക്കും, ജാസിയാണ്. ഇന്ന് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് കേട്ടോ.
എൻ്റെ പൊന്നുപ്പ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നത്തേക്ക് 4 വർഷം തികയാണ്. ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാവരും എൻ്റെ ഉപ്പാൻ്റെ ഖബർ വിശാലമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഞാനും വീട്ടിൽ പ്രാർത്ഥിച്ചു, ചെറിയ രീതിയിൽ മൊയ്ലൂദ് പോലൊക്കെ ചെയ്തു, ഫുഡെല്ലാം ഉണ്ടാക്കി, നെയ്ച്ചോറും അതേപോലെ ചിക്കൻ വറുത്തതും പരിപ്പ് കറിയും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ മൊയ്ലൂദൊക്കെ കാണുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആഷിം എന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, പ്രാർത്ഥിച്ചു. ദുബായിലുള്ള സമയത്ത് ഉപ്പ പിരിഞ്ഞു പോയത് അത്രയ്ക്ക് ഞങ്ങൾ ഫീൽ ആയതില്ല. നാട്ടിലുള്ള സമയത്താണ് നല്ലോണം അത് ഫീൽ ചെയ്യുന്നത്. കാരണം നാട്ടിലായതുകൊണ്ട് ഉപ്പാൻ്റെ ആ ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുമല്ലോ. ദുബായിലാകുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങ് അറിഞ്ഞില്ലായിരുന്നില്ല. എന്തായാലും നിങ്ങളെല്ലാവരും എൻ്റെ ഉപ്പാൻ്റെ ഇതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ഇവന് ഇപ്പൊ വന്നു, വീഡിയോയിൽ വന്നു, ഉപ്പാക്ക് വേണ്ടി ദുആരക്കുന്നു. ദുആരക്കിൽ സങ്കടം പറയുന്നു. നമ്മുടെ ഒക്കെ കണ്ണിൽ നിന്ന് വെള്ളം വരും എന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്. ഇതില് എന്ത് ഇൻഫ്ലുവൻസ് എന്ത് മെസ്സേജാണ് അവൻ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അതായത് ഒരു പെൺവേഷം കെട്ടി അങ്ങനെ വന്നിരുന്നു നമ്മുടെ ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നമുക്ക് ഒരുപാട് മെസ്സേജസോ അറിവോ വരുന്നത് കിട്ടുന്നുണ്ടോ? കാരണം ഇവനിപ്പോ വല്ല തട്ടവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവൻ്റെ ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇവനെ കുറിച്ച് ആലോചിച്ച് ആദ്യം പിടിച്ചിട്ടായിരിക്കും ഇവൻ്റെ വാപ്പ മേലോട്ട് പോയത്. ആ ചെങ്ങായി ആ ഖബറിൽ മര്യാദക്ക് കിടക്കുന്നു പോലും ഉണ്ടാവില്ല ഇവൻ്റെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ. അപ്പൊ ആ ഇരിക്കുന്ന സമയത്ത് ഇവൻ നമ്മുടെ ജനങ്ങളുടെ വ്യൂവേഴ്സിന്റെ മുന്നിൽ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടി ഓരോ കാര്യങ്ങൾ ഇതൊക്കെ കാണുന്ന ആൾക്കാർക്ക്, ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ലൈക്കിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുള്ളത്. കാരണം ഇവൻ ഇപ്പൊ ഈ കാട്ടിക്കൂട്ടിയ 1 മിനിറ്റ് വീഡിയോ ലൈക്കിനും കാര്യങ്ങൾക്കും വേണ്ടി മാത്രമാണ് എന്നതിന്റെ തെളിവ് എന്താന്ന് വെച്ചാല് വെരി നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം ഇവനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതായത് ഉപ്പ മരിച്ചതിന്റെ സങ്കടം കഴിഞ്ഞ ദിവസം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആള് പിറ്റേ ദിവസം കാണിക്കുന്നത് ഡാൻസ്, ആ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം, നിങ്ങൾ കാണും. ഇവന്റെ സങ്കടം എത്രത്തോളം ഉണ്ട് നിങ്ങൾ എല്ലാവരും അറിയണ്ടേ. അവിടെ ഇരുന്നിട്ടാ ഒരാളുടെ ഉപ്പ മരിച്ച് കുറച്ചായി. ആ ഓർമ്മ ദിവസത്തിൽ പങ്കുവച്ച സങ്കടങ്ങളും കാര്യങ്ങളും പിറ്റേ ദിവസം എങ്ങനെയാണ് പോയിട്ട് ഈ കാട്ടിക്കൂട്ടുന്നുള്ളത് നമുക്ക് സാധാരണ കാണുന്നവർക്ക് മനസ്സിലാവും. എനിക്ക് ചില സംശയങ്ങളാണ്. അതായത് ഞാൻ ഈ വീഡിയോയിൽ ഇവ ഡാൻസ് കളിച്ച് തുള്ളുന്ന സമയത്ത് ഞാൻ നോക്കിയത് എന്തൊക്കെ ഐറ്റംസ് ആണ് അവിടെ കിടന്ന് തുള്ളി കളിക്കണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവൻ എന്താണ് ഉദ്ദേശിക്കണെന്നുള്ളത്. പിന്നെ എനിക്ക് അടുത്ത സംശയം, ഈ ഉപ്പ മരിച്ച സങ്കടത്തെ പിറ്റേത് ഡാൻസ് കളിക്കാൻ വരുമ്പോൾ ഇവൻ ചിരട്ട വെക്കാൻ മറന്നിട്ടില്ല. കാരണം ഞാൻ മുന്നത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ട്രാൻസിനൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ട്രാൻസിലുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇവന്റെ കാര്യത്തിലാണെങ്കിൽ ഇവന് ട്രാൻസിൽ കൂട്ടണോ, ആണായിട്ട് കൂട്ടണോ, പെണ്ണായിട്ട് കൂട്ടണോ എന്ന് ഇവൻ തന്നെ പറഞ്ഞു. ഇവന് ഓപ്പറേഷൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പേടിയാന്നുള്ളത്. അപ്പൊ ആ നിലയ്ക്ക് പിന്നെ ഇവന്റെ ഒരു ഇന്റർവ്യൂ വീഡിയോ കുറെ കാലം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഞാനൊന്ന് കാണിക്കാട്ടോ, രസമാണ്. ഇവൻ തന്നെ പറയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കോൽക്കളി കളിക്കുന്നത് എന്നുള്ളത് എന്തർത്ഥത്തിലാണ് ഇവർ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ കോൽക്കളി അല്ല ഗൈസ്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം.
ഇവൻ തന്നെ പറയുന്നുണ്ട് കോൽക്കളി അല്ല എന്ന് തന്നെ ഇവൻ പറയുന്നത്. പക്ഷേ പുറമെയുള്ള ആൾക്കാർക്ക് അറിയാം ആക്ച്വലി വാട്ട് വിൽ ഹാപ്പൻ, എന്താണ് സംഭവിക്കുക. ഇവരൊരു റൂമിലുണ്ടെങ്കിൽ ഇതിനെല്ലാം ആ ഉപ്പാടെ ഓർമ്മ ദിവസം എല്ലാ സങ്കടത്തോടും പറഞ്ഞ് പോയിട്ട് അടുക്കളയിൽ പോയിട്ട് ബിരിയാണിയും കോഴി പൊരിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഭക്ഷണം കഴിക്കുന്ന കൂടെ ഒരുത്തനോട് ഉണ്ടല്ലോ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവളുടെ ബോയ് ഫ്രണ്ടായിട്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തനുണ്ട്. പക്ഷെ ഇവള് പറയുന്നുണ്ട്, അതായത് സങ്കടം ഇവന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. സങ്കടം 1 മിനിറ്റിൽ പറഞ്ഞല്ലോ. കാരണം എൻ്റെ വീട്ടിലൊന്നല്ല പ്രശ്നം, ആഷിയുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആഷിയുടെ വീട്ടിൽ എങ്ങനെ പ്രശ്നമില്ലാണ്ടിരിക്കുക? അവനൊരു ബോയാണ്. അവൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നിന്റെ വീട്ടുകാർ നിന്നെ ഒഴിവാക്കി വീട്ടിൽ നിന്ന് പുറത്താക്കി ഉപ്പ മരിച്ചു പോയിക്കണം. അവൻ്റെ വീട്ടിൽ അങ്ങനെയല്ല. അവൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അവരുടെ മോനൊരു കല്യാണമൊക്കെ കഴിച്ചൊരു കുട്ടിയൊക്കെ ആയി സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരാഗ്രഹം അവൻ്റെ എല്ലാ കുടുംബത്തിനും ഉണ്ടാവും. നീ ഒരുമാതിരി മീൻ പിടുത്തക്കാരെ പോലെ വലയിട്ട് പിടിച്ച് ലോക്കാക്കി എങ്ങനെയോ ഇട്ട് റൂമിലിട്ട് പൂട്ടിയിരിക്കുന്ന അവസ്ഥയല്ല എല്ലാവർക്കും. മിസ്റ്റർ ജാസി മിസ്റ്റർ ഏത് വകുപ്പാണ് അവ താനത് പെടുന്നത്? നീ ഒന്ന് അടങ്ങ്, ആ ചെക്കനൊന്ന് വിട്, അവൻ പോയിട്ട് ജീവിക്കട്ടെ. നീ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ലൈക്കും കാര്യങ്ങളും ഇനി ബിഗ് ബോസിലേക്ക് വരും എന്ന് പറയണു. അങ്ങനെ നടക്കുന്ന ഒരാൾക്ക് നിന്റെ ലക്ഷ്യങ്ങൾ നടക്കുമ്പോൾ വേറൊരാളുടെ ലൈഫ് അവിടെ സ്പോയിൽ ചെയ്യല്ലേ? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി നീ ഒന്നുകിൽ ആണായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ട് ജീവിക്കുക. ഇത് മൂന്നും അല്ലാണ്ട് ഒരുമാതിരി എനിക്ക് എല്ലാത്തിനും പേടിയാണ്. പക്ഷെ ഇമാതിരി വെകലത്തരങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാരെ മുന്നിൽ ഫേമസ് ആവാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. അത് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ എന്തെങ്കിലും ഞാൻ നോക്കട്ടെ, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പറയാനുള്ളതൊക്കെ. 1 2 അവൻ്റെ ഡാൻസ് ഈ ഫോട്ടോ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. കാരണം അവൻ ആ സ്റ്റെപ്പ് ഇടുന്ന സമയത്ത് എന്താണ് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ ആണത്. എവിടെ ഇന്റർവ്യൂ എവിടെ? എൻ്റെ വീട്ടിലൊരു പ്രശ്നവുമില്ല. ആഷിയുടെ വീട്ടിലാണ് സീന്. ആഷിയുടെ വീട്ടുകാരെ അംഗീകരിച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. കാരണം അത് എനിക്കറിയില്ല, അത് ഈ ഒരു ഇതിന്റെ പ്രശ്നമല്ല. ഒരു വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാനിപ്പോ കറക്റ്റ് അത് എവിടെയാണെന്നാണ് നോക്കുന്നത്. ഞാൻ നോക്കട്ടെ കേട്ടോ, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യേ. അധികം ആൾക്കാർ നിങ്ങളെ ബോറടിപ്പിക്കില്ല. ആ വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ കാണിക്കാം. കാരണം 1 മിനിറ്റ് ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവള് തന്നെ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ പ്രശ്നമല്ല. കാരണം പ്രശ്നം ഉണ്ടാവില്ല, ഉപ്പൊക്കെ പോയി. അഷിയുടെ വീട്ടിലാണ് പ്രശ്നം. അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക? ഒരു കുടുംബമായിട്ട് ഒരു മാന്യ മര്യാദക്ക് ജീവിക്കും. നിന്നെ മാതിരിയുള്ള 8 കാലികൾ അവിടെ ചെന്ന് വല കെട്ടി നിൽക്കുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ UAE നിന്ന് നീ പുറത്തായി, എന്നിട്ട് UAE ഇൻഫ്ലുവൻസർ എന്നുള്ള പേര് ഇനി ബിഗ് ബോസിൽ വരുന്നു പറയണം. വെയിറ്റിംഗ് ആണ്. ബിഗ് ബോസിൽ വലിച്ചു കയറി ചെമരമൊട്ടിക്കും ഞാൻ. പിന്നെന്താണ്? പിന്നെ ഓരോ വസ്ത്രധാരണാണ് ഓരോ പരിപാടിയിൽ. പെണ്ണാണെന്ന് കാണിക്കാൻ വേണ്ടി, എന്നാൽ പെണ്ണാണോ അല്ല, എന്തൊക്കെ പുറത്തിട്ട് കാണിക്കാമോ എന്ന് പറഞ്ഞാലും ചിലത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഡാൻസ് കളിക്കുമ്പോൾ തുള്ളുന്നത് എന്താണ് അവിടെ പൊങ്ങി അടിക്കണം എന്നുള്ളത് ഞങ്ങൾ കാണുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇന്ന് കാരണം 2-3 ദിവസം ഗ്യാപ്പ് ഇടാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇന്ന് വരാനുണ്ട്, ചെറിയൊരു ചുമയുണ്ട് കേട്ടോ. വരാനുണ്ടായ കാരണം ഇവന്റെ ഈ 3-4 വീഡിയോസിന്റെ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. അപ്പൊ പിന്നെന്താണ് ഞാൻ ഇതിൽ പറയാൻ വന്നത്? എന്താണെങ്കിലും അവൻ ബിഗ് ബോസിൽ വന്നത് ഷൈൻ ചെയ്യട്ടെ, UAE ഇൻഫ്ലുവൻസർ ആയിട്ട് തുടരട്ടെ. ആഷി അവന്റെ ലൈഫ് സ്പോയിൽ ചെയ്യട്ടെ. നമ്മള് കാണുന്നവർക്ക് കാണുമ്പോൾ ഒരു തമാശ, കുറെ ബെറ്ററിലെ കമന്റ്സ് ഒക്കെ നമുക്ക് ഇടാം. പക്ഷെ കമന്റ്സ് ഇടുമ്പോൾ അവന്റെ വീട്ടിൽ ഇനി ആരൊക്കെ ഉണ്ട്? ഉപ്പ ഓൾറെഡി പോയി, ഇനി ഉമ്മ അവന്റെ കുടുംബക്കാരൊക്കെ കാണുന്നുണ്ട്. ഇവനെ പ്രകീർത്തിച്ചിട്ട് കൊണ്ടുള്ള നമ്മളുടെ കമന്റ്സും കാര്യങ്ങളും കാണുന്നുണ്ട്. അതൊന്നും അവനക്കൊരു പ്രശ്നേ ഉള്ള കാര്യമല്ല. ഇവൻ UAEയിലാണെങ്കിലും നടന്നിരുന്നു. ഇപ്പൊ വെറും സാരിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇന്നാളെ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്, നോമ്പെടുത്തിട്ട് അത്ര പോയി പ്രാർത്ഥിച്ചിട്ടുള്ളത്. കാരണം ഒന്നുകിൽ മുസ്ലിം ആയിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഹിന്ദു ആയിട്ട് ജീവിക്കുക. ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ആണുമില്ല പെണ്ണുമില്ല, ഒന്നിലും കൊള്ളാത്തൊരു വർഗമായിട്ട് ജീവിക്കല്ലേ മിസ്റ്റർ ജാസി. മിസ് ജാസി, എന്ത് തേങ്ങക്കൊല്ലേ ആവട്ടെ, നീ തന്നെ നിനക്കൊരു പേരിട്ടുണ്ടാവുമല്ലോ. കാരണം അതുകൊണ്ടാണല്ലോ ഈ വേഗലത്തരങ്ങളും ഡാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്.
അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇന്ന് പറയാനുള്ള കുറച്ച് കാരണം ചെറിയ കലിപ്പം നല്ല ഇവൻ കാരണം ആണുങ്ങൾക്ക് വില ഇത് പോവാണ്, സ്റ്റാറ്റസ് പോവാണ്, പെണ്ണുങ്ങൾക്കോ അവർക്ക് നാണക്കേട്. എന്നാൽ ട്രാൻസിനോ ഭൂലോക നാണക്കേടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയ സുഹൃത്ത് അവളോട് ചോദിച്ചിട്ടൊന്നുമില്ല കാര്യം. കാരണം എന്താ വെച്ചാല് ചോദിച്ചാൽ ചിലപ്പോൾ അവൾക്ക് വിഷമാവും. അതുകൊണ്ടാണ് ഞാനിത് ചോദിക്കാത്തത്. അപ്പൊ എൻ്റെ പ്രിയ സുഹൃത്തുക്കള് ഇവന്റെ പേജില്, ഫേസ്ബുക്ക് പേജില് സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണിച്ചത്. ആ പേജിൽ അവന്റെ എല്ലാ വേഗലത്തരങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലെ കമന്റ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ കുറെ പേർക്ക് ചിരിക്കാം, കുറെ പേരെ സങ്കടങ്ങളൊക്കെ മാറും. ഞാൻ എൻ്റെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ മറന്നു പോണത് ഈ എന്ത് തേങ്ങെങ്കിലും ഈ സാധനത്തിന്റെ വീഡിയോസ് കാണുമ്പോൾ മാത്രമാണ് ഞാൻ മിസ്റ്ററെന്നും മിസ്സെന്നോ ഒന്നും വിളിക്കൂലടോ. ഒന്നുകിൽ ആണാവുക, അല്ലെങ്കിൽ പെണ്ണാവുക, അല്ലെങ്കിൽ ട്രാൻസ് ആവുക, എന്തെങ്കിലും ഒന്നാവും. ഇത് ആണുമല്ല, ആണുങ്ങൾക്കും പേര് ദോഷം, പെണ്ണുങ്ങൾക്കും പേര് ദോഷം, ഹിന്ദുവിനും പേര് ദോഷം, മുസ്ലിമിനും പേര് ദോഷം. എനിക്കറിയില്ല. ഇത് അല്ലടാ, എനിക്കൊരു സംശയം. ഈ ജാസി മരിച്ചു കഴിഞ്ഞാൽ ഇവനെ കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ പെണ്ണുങ്ങളെടുക്കുക അതോ ആണുങ്ങളെടുക്കുക കുളിപ്പിക്കാൻ? കാരണം അങ്ങനെ ഒരു കർമ്മം ഉണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കുന്നത്. ഇതിനെ ഏത് വകുപ്പിൽ പെടുത്തും? കാരണം ഇനി കുളിപ്പിക്കാണ്ട് നേരെ ഇലക്ട്രോണിക് സെമിത്തേരിയിലൊക്കെ കയറ്റി കത്തിക്കുകയാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും അവിടെ പോയിട്ട് വെറുപ്പിക്കല്ലേ മിസ്റ്റർ ജാസി, വെറുപ്പിക്കാണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ ബൈ.